സുന്നിയും സുന്നിയല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം മശായിഖന്മാരോടുള്ള മഹബ്ബത്തല്ലേ. ആ മഹബ്ബത്ത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ വിളിക്കുന്നത് മഹാന്മാരെയല്ലേ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുന്നു നബിയേ, ഞങ്ങൾക്ക് പരിഹാരം നൽകണം നബിയേ. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ വലിയ വലിയ വിഷമങ്ങൾ വന്നപ്പോൾ അവർ ഹബീബായ തങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഹുദൈബിയ സന്ധിയിൽ വെള്ളമില്ല, യാത്രയിൽ 1500ഓളം ആളുകളുണ്ട്. സംഭവം ബുഖാരിയിൽ കാണാം. നബിയേ, വെള്ളം തീർന്നുപോയി, കരയുകയാണ് ആളുകൾ. വെള്ളമില്ലാതെ നീണ്ടുകിടക്കുന്ന മരുഭൂമിയാണ്, വെള്ളം വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈവിരൽ ആ ചെറിയ പാത്രത്തിലേക്ക് ഒരിത്തിരി വെള്ളമുണ്ട്, അതിലേക്ക് അങ്ങോട്ട് വെച്ചപ്പോൾ അവിടുത്തെ കൈവിരലിൻ്റെ ഇടയിലൂടെ വെള്ളം പ്രവഹിക്കാൻ തുടങ്ങി. കൈവിരലുകൾക്കിടയിലൂടെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം കൊടുത്ത നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട് ഖുദ്റത്ത്. ആ ഖുദ്റത്ത് മുഅ്ജിസത്താകുന്ന കഴിവാണ്. ആ മഖാമിൽ ഇരുന്നു കൊണ്ട് ഹബീബായ തങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണ്. കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ണുമായി വന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തിയ കണ്ണ് അവിടെ തന്നെ വെച്ചൊന്ന് തടവി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എത്ര സംഭവം. നേർക്ക് നേരെ അല്ലാഹുവിൻ്റെ റസൂല് സഹായം തേടപ്പെടുമ്പോൾ സഹായം നൽകുകയാണ്. തവസ്സുലുണ്ട്. നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സഹായം നൽകണേ. റസൂലുള്ളാഹിനെ മുൻനിർത്തിയുള്ള തേട്ടങ്ങൾ അത് തവസ്സുലാണ്. ഇസ്തിഗാസയുടെ ഏറ്റവും ഉന്നതമായ രൂപം. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് എന്ന ഖുദ്റത്ത് നൽകുമ്പോൾ ആ ഖുദ്റത്ത് നൽകപ്പെട്ടത് കൊണ്ട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഖുദ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ വാദപ്രതിവാദത്തിൻ്റെ വ്യവസ്ഥ ചെയ്തൽ തന്നെ എങ്ങനെ ചെയ്തൽ? മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംബിയാ ഉലിയാക്കന്മാർ സഹായിക്കുമെന്ന നിലയിൽ ബദരീങ്ങളെ സഹായിക്കണേ, മമ്പറത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള സഹായതേട്ടം. അങ്ങനെയല്ലേ നമ്മൾ എഴുതൽ തന്നെ. എന്നാൽ രംഗം മാറിയിരിക്കുന്നു. തദ്ബീറിൻ്റെ ശേഷം ആദർശ സമ്മേളനത്തിൽ അയാൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ലോകത്തുള്ള എല്ലാ ഇസ്തിഗാസയും തവസ്സുലാണ്. അഥവാ റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ, നിങ്ങളൊന്ന് ഇടപെടണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദ്വാരക്കണം. റസൂലുള്ളാഹിക്ക് ഒരു കഴിവുമില്ല. അയാൾ പറയാ, റസൂലിന് ഒരു കഴിവുമില്ല, നിങ്ങളൊന്ന് പറയണം അല്ലാഹുവിനോട് എന്നതാണ് ഇസ്തിഗാസയുടെ മഅനയെന്ന് ഈ ചങ്ങാതി പഠിപ്പിക്കുകയാണ്. ഒളുപ്പില്ലാതെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കം അയാൾ എന്തിനാ കൊട്ടപ്പുറത്ത് പോയതെന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തൊരു ദുരന്തമാണിത്. നിങ്ങളാണത്രേ മടവൂര് ശൈഖുനാൻ്റെ ആശീർവാദമുള്ളവർ. എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ കളിക്കുന്നത്? 2 പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിലൊന്ന് തവസ്സുലിന് നമ്മൾ പറയുന്ന തെളിവ് അയാൾ ഉദ്ധരിക്കുകയാണ്. ആ തെളിവിൽ അയാൾ ഇങ്ങനെ പറയുന്നു, റസൂലുള്ളാഹിനെ വിളിച്ചു പറയാണ്, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, ഇടപെട്ട് വാങ്ങിത്തരണം, റസൂലിനൊരു കഴിവുമില്ല എന്നതിൽ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്തിഗാസയെ മാറ്റുകയാണ് അയാൾ. കേൾക്കാം അയാൾ ഏറ്റവും പുതിയ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് പറഞ്ഞതും ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. വെച്ചു കൊടുക്കുക. മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയെ,
ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാഥ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണമെന്ന്. എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവൂല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. വഹാബിയായി ഇയാൾ മാറുകയാണ്. എന്താ പറയുന്നത്? ഇയാളോട് വന്നിട്ട് പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത്. ഇയാൾക്ക് പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അയാളെന്ന് പറയാ. അപ്പൊ ഞാൻ അതിൽ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിയെ നിങ്ങളൊന്ന് ഇടപെടണം. റസൂലുള്ളാഹിക്ക് പ്രത്യേകം കഴിവൊന്നുമില്ല, ഒരു കഴിവില്ല, അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹ് കൊടുത്ത കഴിവുണ്ടോ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അയാൾ അടുത്ത ഒരു ഉദാഹരണം പറയുന്നു. എൻ്റെ SSFകാരെ, മുസ്ലിം ജമാഅത്തുകാരെ, നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ക്യാഷ് അയാൾ കൊള്ളയടിച്ച് നിങ്ങളെ മുമ്പിൽ തലപ്പാവ് ധരിച്ച് സാക്ഷാൽ ഉമർ മൗലവിയും ഈ കണ്ട മൗലവിമാർ ഛർദിച്ച വലിയ അബദ്ധമാണ് അയാൾ ഛർദിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കേട്ട് എങ്ങനെ മുന്നിലിരിക്കുന്നു? അടുത്ത ഉദാഹരണം ഒന്നും കൂടി ഫിറ്റാ. അയാൾ പറയുന്നത് എന്താ അറിയോ? ഒരു വാപ്പ, ആ വാപ്പക്ക് എഴുന്നേൽക്കാൻ പോയിട്ടിരിക്കാൻ വരെ കഴിയില്ല, അവശ നിലയിലാണ്, രോഗിയായിട്ടുണ്ട്, ഒന്നിനും കഴിയില്ല. ആ വാപ്പയോട് വന്നിട്ട് മകൻ പറയാണ്, വാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ഒരു കല്ല് വരെ ഏറ്റാൻ ആർക്ക് കഴിയില്ല? വാപ്പക്ക് കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വാപ്പാ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരണം. വാപ്പാക്കൊന്നിനും കഴിയില്ല. ഈ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഹയവാൻ പറയുകയാണ് എന്തെന്നറിയോ? ഇതുപോലെയാണ് റസൂലുള്ളാഹിനോടുള്ള തേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നിനും കഴിയില്ല. ഇയാൾ പറയാ നമ്മൾ പറയുമ്പോൾ അതിൽ ഇടപെടണമെന്നല്ലാതെ നേരിട്ട് ചെയ്തു തരണം എന്നുദ്ദേശിക്കാൻ പാടില്ല. അതാണ് ഇസ്തിഗാഥ എന്ന് പച്ച മലയാളത്തിൽ ഇവിടെ പറഞ്ഞിട്ട് ഈ ചങ്ങാതിയുടെ ബിദ്അത്ത് ലോകത്ത് പ്രകടമായിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. ഇതൊന്നൊന്നര ശവ്വാൽ തന്നെയാണ്. അകത്ത് കിടന്നിരുന്ന വഹാബിസം മശായിഖന്മാർ പിടിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. ലോകരെ കണ്ടോളൂ, തനി വഹാബിയാണ് ഇയാൾ. പറയട്ടെ, അയാൾ കേട്ടോളൂ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാഥ. അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല്. എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തവസ്സുലും ഇസ്തിഗാഥയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ. ഞങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇബ്നു തൈമിയ ഇസ്തിഗാഥക്കെതിരെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ നേതാവ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അവരുടെ ശിഫാഉസ് സഖാമിൽ രേഖപ്പെടുത്തിയ ഇസ്തിഗാഥ ഏതാണെന്നറിയോ? ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നേതാവ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് സഹായിക്കണേ, രോഗം മാറ്റണേ, വെള്ളം തരണേ, മഴ തരണേ എന്ന് പറഞ്ഞാൽ
ഒന്നിനും കഴിവില്ലാത്ത ഇവർ, വാപ്പൻ്റെ ഉദാഹരണം അടക്കം പറഞ്ഞില്ലേ, ഒന്നിനും കഴിവില്ലാത്ത നിങ്ങൾ അള്ളാനോടൊന്ന് പറഞ്ഞ് ഇടപെടണം എന്ന മഅനാക്കല്ല ഞങ്ങളുടെ ഇസ്തിഗാസ. ഞങ്ങളുടെ ഇസ്തിഗാസ നബിയേ, അങ്ങേക്ക് അല്ലാഹു മുഅ്ജിസത്ത് തന്നിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ അങ്ങേക്ക് തന്നിട്ടുണ്ട് നബിയേ. രോഗം മാറ്റാൻ അങ്ങേക്ക് കഴിയും നബിയേ. അതേ, വെള്ളം തരാൻ കഴിയും നബിയേ, മഴ തരാൻ കഴിയും നബിയേ, സ്വർഗത്തിലാക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട് നബിയേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് അധികാരമുണ്ട് നബിയേ. അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅ്തഖഹു ഫഅൻത മാലികുഹു. ഞങ്ങളെ അങ്ങ് കടന്ന ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിപ്പിക്കണേ ശൈഖ് അവറുകളെ. ഞങ്ങൾക്ക് അതറിയില്ല, അങ്ങേക്ക് അല്ലാഹ് തന്നിട്ടുണ്ടത്, അങ്ങതിൻ്റെ ഉടമക്കാരനാണ്. വനജ്ജിഹി മിൻ ലളാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ശൈഖ് അവറുകളെ. അതിനുള്ള അധികാരം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അങ്ങ് സഹായിക്കണേ എന്ന ഇസ്തിഗാസ നിങ്ങളൊരായിരം മൗലവിമാർ എന്ത് യാത്ര നടത്തിയാലും ഉലമാ പഠിപ്പിച്ച, മശായിഖ് പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, സുന്നത്ത് പഠിപ്പിച്ച തനതായ ഇസ്തിഗാസയെ അണു അളവ് മാറ്റാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം നിങ്ങളെ സമ്മതിക്കുകയില്ല. ഇസ്തിഗാസ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോയി KNM-ൽ മെമ്പർഷിപ്പ് എടുക്ക്. എന്ത് സുന്നിയാടോ നിങ്ങളെ സുന്നി? എന്ത് ഇസ്തിഗാസ നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത്? അവശനായി കിടക്കുന്ന വാപ്പയെയാണോ ലോകം തന്നെ നിയന്ത്രിച്ച മുത്തു റസൂലിനോട് ഉപമിച്ചത്? ശവ്വാൽ 1.5 ശവ്വാലാന്ന് മനസ്സിലായില്ലേ? ഇനി ഇസ്തിഗാസ എന്താന്ന് അയാളെ പഴയ വഴുത് ഞാനൊന്ന് കാണിച്ചു തരാം. അയാൾ പണ്ട് വഴുത് പറഞ്ഞ് ഇടപെടലല്ല, അന്ന് വെള്ളം കൊടുത്തു എന്നാ പറഞ്ഞ്, സഹായിച്ചു എന്നാ പറഞ്ഞ്, ഇന്ന് ഇടപെടലായി. പഴയ വഴുതൊന്ന് തൊട്ട് കേൾപ്പിച്ചു കൊടുക്കും എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അള്ള വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്ത മൗലൈമാർ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീകളാക്കി ചിത്രീകരിക്കാൻ ഒരു വാദമുണ്ടാക്കിയതാണ്. ഭൗതികമായ കാര്യത്തിലുള്ള സഹായം അത് സൃഷ്ടികളിൽ നിന്ന് കിട്ടും, അഭൗതികമായ നിലക്കുള്ള സഹായം അത് അള്ള മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു വാദം. അത് മൗലൈമാര് പഠിച്ചുണ്ടാക്കിയ വാദമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അഭൗതികമായ നിലയ്ക്ക് വെള്ളം കൊടുക്കാൻ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോ അതാ വടി കൊണ്ട് പാറക്കല്ലിനടിച്ചിട്ട് മൂസാ നബി വെള്ളം കൊടുക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറയുന്നു അത് ഭൗതികം അല്ല, അത് അഭൗതികമായ സഹായമാണ് കേട്ടോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ടത് ബുഖാരിയിൽ പല സ്ഥലത്തുമുണ്ട്. അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കൽ ഭൗതികം അല്ല, അത് അഭൗതികമാണ് കേട്ടോ. അപ്പൊ അഭൗതികമായ സഹായം അമ്പിയാക്കളിൽ നിന്ന് കിട്ടും, ഔലിയാക്കളിൽ നിന്ന് കിട്ടും. അതാ ഖജാനോഹിദ്ദീനും തകൽ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നവർ തണ്ണീറോടുങ്ങുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീരെന്നവർ അപ്പോഴവരെല്ലാം തെടിക്ക് ബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തവർ. ശിഷ്യന്മാരും കപ്പലിലൂടെ എങ്ങനെ പോകുന്നു. അപ്പോൾ വെള്ളം തീർന്നുപോയി. ശിഷ്യന്മാര് പോയിട്ട് മുഹീദ്ദീൻ ശൈഖിനെ ഞങ്ങൾക്ക് വെള്ളം വേണോ? മുഹീദ്ദീൻ ശൈഖ് ഇങ്ങനെ വെള്ളം കൊടുക്കാൻ അവരെ പോലെ തന്നെയല്ലേ മൂപ്പരും. മൂപ്പർ എന്തായി ഇവിടെ എങ്ങനെ വെള്ളം കൊടുക്കാനാണ്? പക്ഷെ അവരെ പോലെ അല്ല, കറാമത്ത് ലഭിക്കുന്ന മഹാനാണ്. അത് അഭൗതികമാണ് കറാമത്തും മുഅ്ജിസത്തും. ആ കറാമത്ത് മുഖേന വെള്ളം കൊടുക്കാനാ ആവശ്യപ്പെട്ടത്. അപ്പോഴാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് തണ്ണീർക്ക് ബീറോട് തെടുവീരെന്നവർ. നിങ്ങൾ വെള്ളം എന്നോട് തേടേണ്ടിയില്ല, എന്റെ ശിഷ്യനുണ്ട്, അയാളോട് തേടിയാ മതി. അയാളാണ്
അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലേ എം എ ഉസ്താദിന്റെ അടുത്ത് പോയി. നല്ല അന്നത്തെ ചരിത്രം പറയാണ്. പറഞ്ഞ ചിലതൊക്കെ അപ്പത്തെ ഉണ്ടാവും. ശിഷ്യനും പിന്നെ ഉസ്താദും നോക്കണ്ടില്ല. അക്കാലത്തെ രണ്ട് വലിയ ഉന്നതനാണ് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു. അതാണ് റിഫായിമാല പാടിയിട്ട് ഖ്വാജ മുഹീദ്ദീനും തങ്ങൾ മുരീദുമായി കഫേലിൽ കയറിയിട്ട് ഓടിയതെന്നോവർ തണ്ണീരടങ്ങുമ്പോൾ കൂറി ആ ലോകരിൽ തണ്ണീർ കബീറോട് തേടുവാൻ ചെന്നോവർ. കപ്പലിൽ വെച്ച് കുടിക്കുന്ന വെള്ളമില്ലാതെയായി. ഗൗസുൽ ആലമിനോട് ആളുകൾ വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളവിടെ ഉണ്ട്, അവരോട് ചോദിച്ചോളൂ. അഫൽ കബീറോട് തേടിയവരെല്ലാം ഉഫ് നീർ നെൽ തണ്ണീറാക്കി കൊടുത്തോവർ. വെള്ളം വേറല്ലല്ലോ കപ്പലില്, ഇടപെടല്ല, ഇടപെട്ട് മാറി നിൽക്കല്ലത്. ദാപശനായ മാപ്പല്ല. കടലിൽ നിന്ന് കോരി ഏത് ഉപ്പുവെള്ളം കോരിയിട്ട് അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ അതങ്ങോട്ട് ആളുകൾക്ക് കൊടുത്തപ്പോൾ അത് നല്ല ശുദ്ധജലമായി. ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കാനുള്ള ഖുദ്റത്ത് ഞങ്ങളുടെ നേതാവായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾക്ക് ഉണ്ട്. അതാണ് മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ നേരിട്ട് പറഞ്ഞത്. അവരോട് പറഞ്ഞോളൂ, അവരത് ചെയ്തു തരും കേട്ടോ. ഒരു കാര്യം ഉറപ്പായില്ലേ, ഇന്ന് ഈ കേരളത്തിൽ അഹ്ലുസുന്നയുടെ പഴയ ഇസ്തിഗാസയും പഴയ ഔലിയാക്കളുടെ നിയന്ത്രണങ്ങൾ പണ്ട് പറഞ്ഞതും ഉറക്കെ പറയാൻ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാര് നേതൃത്വം നൽകുന്ന ഈ സംഘമാണ് ഉള്ളതെന്ന് ലോകം തെളിയിച്ചില്ലേ കൂട്ടുകാരെ? ഞാൻ പറയുന്നത് നമുക്ക് മാതൃക ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമ പഠിച്ച ഒരു ഇസ്തിഗാസയുണ്ട് ഇവിടെ. അത് നേർക്ക് നേരെയുള്ള ഇസ്തിഗാസയാണ്. അവരെ ശൈഖിനെ വിളിച്ചുകൊണ്ട് അവരെഴുതിയ മൗലിദിൽ കാണാം. ഫുള്ള് ശംസുൽ ഉലമന്റെ പാരമ്പര്യം കണ്ടില്ലേ നിങ്ങൾ? അവർ നേരിട്ട് ചോദിക്കുകയാണ്, ഇടപെടലല്ല. കാരണം ശംസുൽ ഉലമ വിശ്വസിച്ച അവരുടെ ശൈഖ് കേവലം അവശനായി കിടക്കുന്ന പിതാവിനെ പോലെ ഒരു കൈവുമില്ലാത്ത ആളല്ല. ശംസുൽ ഉലമ പാടിയ പാട്ടൊന്ന് എടുത്തു നോക്ക്. പേരോട് മുസ്ലിയാരെ, സർരിജ് ബിനായ സിറാജദ്ദീനി ലൗ അഹുദാ നംശി സവിയ്യി മിനൽ അഖ്ലാഖി വസ്സിയമി. എന്താ പറഞ്ഞേ ശൈഖ് അവറുകളെ? ഹിദായത്തിൻ്റെ വെളിച്ചം, ആ വിളക്ക് ഞങ്ങൾക്കൊന്ന് കത്തിച്ചു തരണേ, ഞങ്ങളെ ഹിദായത്തിലേക്ക് ചേർക്കണേ. സഹില്ലനായ സിറാജദ്ദീനി മാ സഉബ ഫിൽ അഹ്ലി വൽ മാലി വൽ ഔലാദി കുല്ലിഹിമി. ഞങ്ങളുടെ അഹ്ലിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സമ്പത്തിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട് ശൈഖ് അവറുകളെ, അതൊന്ന് എളുപ്പമാക്കി തരണേ. യസ്സിർ ലനാ യാ സിറാജദ്ദീനി മാ അസുറാ വളാഖ സദ്റൻ ബിനാ മിൻ സുർഅത്തിൽ ഹിമമി. പ്രയാസങ്ങളുണ്ട് ശൈഖ് അവറുകളെ, അതൊക്കെയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. അജ്ജിൽ ബിനാ സിറാജദ്ദീനി ദഫ്അ ബലാ വൽ ഐനി വസ്സിഹ്രി ലിൽ ഖന്നാസി ബിർറജ്മി. ഇങ്ങനെ നേർക്ക് നേരെയുള്ള ഇസ്തിഗാസ ലോകത്ത് പഠിപ്പിച്ച പണ്ഡിതനാണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ.